എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെതിരെയുള്ള മൂന്നാം മത്സരത്തിൽ സംഭവിച്ചത് വെറുമൊരു തോൽവിയായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയം തവിടുപൊടിയാക്കിയ നിമിഷങ്ങളായിരുന്നു. സ്വന്തം തട്ടകത്തിൽ ന്യൂസിലൻഡിനോട് തോറ്റ് പരമ്പര 2-1 അടിയറവ് വെച്ചപ്പോൾ ആ തോൽവിയേക്കാൾ നമ്മളെ വേദനിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അത് മൈതാനത്ത് ഒറ്റയ്ക്ക് പൊരുതിയ വിരാട് കോഹ്ലി എന്ന പോരാളിയുടെ കണ്ണീരും പിന്നീട് ഡ്രസ്സിംഗ് റൂമിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പൊട്ടിത്തെറിയുമാണ്. ഈ മത്സരത്തിൽ വിരാട് കോഹ്ലി ചെയ്തത് ഒരു സൂപ്പർമാൻ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. ന്യൂസിലൻഡ് ബൌളർമാരുടെ ധാർഷ്ട്യം തച്ചുതകർത്ത് അദ്ദേഹം തന്റെ ഏകദിന കരിയറിലെ 85ാം ചരിത്ര സെഞ്ചുറി കുറിച്ചു. 10 ബൗണ്ടറികളും 3 കൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ 108 പന്തിൽ 124 റൺസാണ് ആ ബാറ്റിൽ നിന്ന് ഒഴുകിയത്. എന്നാൽ 44ാം ഓവറിൽ ക്രിസ്റ്റ്യൻ ക്ലാർക്കിന്റെ 130.9 കിലോമീറ്റർ വേഗതയുള്ള സ്ലോവർ ബോളിൽ ഡാരൽ മിച്ചൽ എടുത്ത ആ നിർഭാഗ്യകരമായ ക്യാച്ചോടെ എല്ലാം അവസാനിച്ചു. ഗാലറി മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചപ്പോഴും കോഹ്ലിയുടെ മുഖത്ത് കണ്ടത് നിരാശയുടെ കാർമേഘമായിരുന്നു. എന്നാൽ യഥാർത്ഥ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് മത്സരശേഷമാണ്. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ കോഹ്ലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശബ്ദത്തിൽ വല്ലാത്തൊരു ഇടർച്ചയുണ്ടായിരുന്നു. ടീം മാനേജ്മെന്റിന്റെയും കോച്ചിന്റെയും ഉറക്കം കെടുത്തുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു പിന്നീട് അദ്ദേഹം നടത്തിയത്. അതിങ്ങനെയായിരുന്നു: എന്റെ ഈ 85ാം സെഞ്ചുറിയെ ലോകം വാഴ്ത്തുന്നുണ്ടാവാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സെഞ്ചുറിക്കിപ്പോൾ ഒരു തരിമ്പും വിലയില്ല. ടീമിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടങ്ങൾ വെറും കണക്കുകൾ മാത്രമാണ്, കോഹ്ലി വികാരഭരിതനായി പറഞ്ഞു. പിന്നീട് അദ്ദേഹം വിരൽ ചൂണ്ടിയത് ടീമിലെ വിവേചനത്തിലേക്കും സെലക്ഷൻ മണ്ടത്തരങ്ങളിലേക്കുമാണ്. അവിടെയാണ് സഞ്ജു സാംസണെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഏവരെയും ഞെട്ടിച്ചത്. കോഹ്ലി തുറന്നടിച്ചു: ഇത്തരമൊരു നിർണായക മത്സരത്തിൽ പരിക്കിൽ നിന്ന് പൂർണ്ണമായി മുക്തനാകാത്ത, മാച്ച് പ്രാക്ടീസ് ഇല്ലാത്ത ശ്രേയസ് അയ്യരെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അവിടെ സഞ്ജു സാംസൺ എന്ന ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. സഞ്ജു വെറുമൊരു മികച്ച ബാറ്റർ മാത്രമല്ല, കളിയുടെ ഗതി അറിയാവുന്ന, ക്യാപ്റ്റൻസിയുടെ അറിവും പക്വതയുമുള്ള ഒരു താരമാണ്. മധ്യനിരയിൽ നിന്ന് നമുക്ക് വേണ്ടിയത് സഞ്ജുവിന്റെ ആ അനുഭവ സമ്പത്തായിരുന്നു. ഫിറ്റ്നസ് ഇല്ലാത്തവരെ ടീമിലെടുക്കുകയും അർഹതയുള്ളവരെ പുറത്തിരുത്തുകയും ചെയ്യുന്ന ഈ രീതിയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അവിടെയും അദ്ദേഹം നിർത്തിയില്ല. ഡ്രസ്സിംഗ് റൂമിലെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് കോഹ്ലി തുറന്നടിച്ചു: ഇന്ന് ഞങ്ങൾ തോറ്റത് ന്യൂസിലൻഡിന്റെ മിടുക്ക് കൊണ്ടല്ല, മറിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ ക്യാൻസർ പോലെ പടർന്നു പിടിച്ച ഭയം കാരണമാണ്. ജയിക്കാനല്ല, മറിച്ച് തെറ്റുകൾ പറ്റാതിരിക്കാനും ശകാരം കേൾക്കാതിരിക്കാനുമാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളിക്കുന്നത്. പുറത്താക്കപ്പെടുമോ എന്ന ഭയത്തിൽ കളിക്കുന്നവർക്ക് ഒരിക്കലും ലോക ചാമ്പ്യന്മാരാകാൻ കഴിയില്ല. ഇൻഡോറിലെ ചെറിയ ഗ്രൗണ്ടിൽ 338 റൺസ് എന്നത് നിസ്സാരമായി ചേസ് ചെയ്യാമായിരുന്നുവെന്നും മധ്യനിര ബാറ്റ്സ്മാൻമാർ ഉത്തരവാദിത്തമില്ലാതെ വിക്കറ്റ് വലിച്ചെറിഞ്ഞെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എത്ര നാൾ ഞാൻ ഒറ്റയ്ക്ക് ഈ ടീമിനെ ചുമക്കും എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം മാനേജ്മെന്റിനുള്ള കനത്ത പ്രഹരമായിരുന്നു. കളിക്കാർ റോബോട്ടുകളല്ല, അവർക്കും വികാരങ്ങളുണ്ട്. ലാപ്ടോപ്പിലെ കണക്കുകളും തന്ത്രങ്ങളുമല്ല, മറിച്ച് കളിക്കാർക്ക് ആത്മവിശ്വാസം നൽകലാണ് കോച്ചിന്റെ പണി. ഓരോ ചെറിയ പിഴവിനും കളിക്കാരെ മാനസികമായി തളർത്തുന്ന രീതി അവസാനിപ്പിക്കണം, കോഹ്ലി രോഷത്തോടെ പറഞ്ഞു. ഇതിനിടയിൽ ന്യൂസിലൻഡ് താരം മൈക്കൽ ബ്രേസ്വെല്ലിന്റെ വാക്കുകൾ മുറിവിൽ ഉപ്പ് പുരട്ടുന്നതുപോലെയായിരുന്നു. അതിങ്ങനെയായിരുന്നു: ഇൻഡോറിലെ പിച്ച് ബാറ്റിംഗിന് സ്വർഗമായിരുന്നു. അവിടെ റൺസ് കണ്ടെത്താൻ എളുപ്പമാണ്. കോഹ്ലി മികച്ച സെഞ്ചുറി നേടിയെങ്കിലും ഒടുവിൽ ട്രോഫിയുമായി മടങ്ങുന്നത് ഞങ്ങളാണ്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതിലും വലിയ സന്തോഷമില്ല എന്നായിരുന്നു ബ്രേസ്വെല്ലിന്റെ പരിഹാസം കടർന്ന പ്രതികരണം. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. വിരാട് കോഹ്ലിയുടെ ഈ രോഷം ന്യായമാണോ? ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്നത് എന്താണ്? കോച്ചിനെയും ക്യാപ്റ്റനെയും മാറ്റേണ്ട സമയം അതിക്രമിച്ചോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കായിക ലോകത്തെ കൂടുതൽ ചൂടേറിയ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.